ഹലോ നമസ്കാരം. സിൻസിയർ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഹബിലേക്ക് സ്വാഗതം. ഞാൻ പ്രീത ധനപാൽ. ഞാൻ കഴിഞ്ഞ ദിവസം മെലാസ്മയെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം പിഗ്മെൻറ്റേഷൻ, മെലാസ്മ അഥവാ പിഗ്മെൻറ്റേഷൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ ക്രീമിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഡ്രിങ്ക് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്രീമും കൂടി പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു മെലാസ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അതിൽ ആ ഡ്രിങ്ക് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ നേരത്തെ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ലിക്വറൈസ്, ഇരട്ടി മധുരം. ആ ഇരട്ടി മധുരത്തിൻ്റെ ഒരു പീസ് എടുക്കുക. ഒരു അത്യാവശ്യം ഒരു വലിയ പീസ്. നിങ്ങൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ പൗഡർ എടുത്താലും മതി കേട്ടോ. അതല്ല എങ്കിൽ പൊടിക്കാതെ നിങ്ങൾ പൊടി പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കരുത്. അപ്പോൾ നിങ്ങളല്ല എങ്കിൽ ഇതിൻ്റെ ഒരു പീസ് എടുക്കുക. ഒരു പീസ് അത്യാവശ്യം ഒരു വലിയ പീസ് എടുക്കണം കേട്ടോ. അതെടുത്തതിന് ശേഷം നന്നായിട്ട് തലേദിവസം തന്നെ വെള്ളത്തിൽ ഒന്ന് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് അത് സോക്ക് ചെയ്ത് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ അത് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1 ഗ്ലാസ് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കണം. പെരുംജീരകം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, നമ്മുടെ മസാലയിൽ ഉപയോഗിക്കുന്ന വലിയ ജീരകം കേട്ടോ, ചെറിയ ജീരകമല്ല. അതിൻ്റെ പൊടിയും കൂടി 1 സ്പൂൺ ചേർത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെന്നാൽ അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് 1 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ആ 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേ ഇത് കുടിക്കാവുള്ളൂ. അപ്പം നമ്മളത് ചിലർക്ക് വെറും വയറ്റിൽ കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നിങ്ങൾ അതിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നിങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കാം നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ക്രീമും കൂടി ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 21 ദിവസം കഴിയുമ്പോഴത്തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പം ഇത് പെട്ടെന്ന് മാറാനും, പിന്നെ അത് തന്നെയല്ല, ക്രീം മാത്രം ഉപയോഗിക്കുമ്പോൾ പുറമേ നിന്നുള്ളത് മാത്രം അങ്ങനെ മാറി നിൽക്കും. നമ്മളത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് ഉള്ളിലുള്ളത് വീണ്ടും വരും. നമ്മൾ ഈ ഡ്രിങ്ക് ഉപയോഗിക്കേണ്ട കാരണമെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഒന്ന് പ്യൂരിഫൈ ആകും. അപ്പം ബ്ലഡ് ശുദ്ധീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ കുറേ പാടുകളൊക്കെ മാറും. നമ്മുടെ മുഖത്തുണ്ടാകുന്നതും നമ്മുടെ കൈകളിലുണ്ടാകുന്നതും കൈമുട്ടുകളിലുണ്ടാകുന്നതും ഒക്കെ കുറേ കറുത്ത പാടുകളൊക്കെ ഉണ്ടാകില്ലേ, ആ പാടുകളെല്ലാം മാറും കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഡ്രിങ്ക് കൂടി ഉപയോഗിക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ വീണ്ടും പറയുകയാണ്, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചിട്ട് വേണം നിങ്ങളിത് ഉപയോഗിക്കാൻ. ചെറു ചൂട്ടോടുകൂടി നമുക്ക് ഉപയോഗിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ അല്പം തേൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപയോഗിക്കാം. വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ, പുറത്തുനിന്ന് മേടിച്ചാണെങ്കിൽ ആ മഞ്ഞൾപ്പൊടി നിങ്ങൾ ഉപയോഗിക്കരുത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ 2 സാധനം മാത്രം മതി. നിങ്ങൾ ഈ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ഉപയോഗിക്കണം കേട്ടോ. അപ്പം ഈ ക്രീമും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും. ഇത് പൂർണ്ണമായിട്ട് മാറും. എത്ര ഇതായിട്ട് നിൽക്കുന്നതാണ്, ഹൈപ്പറായിട്ട് നിൽക്കുന്നതാണെങ്കിലും നമുക്ക് ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു ക്രീം കൂടി പറയാവേ. ഇത് ഡേ ടൈമിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ, നൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതായത് ഇതൊരു പാക്ക് പോലെയാണ്. അപ്പം നമ്മൾ അത് ഉപയോഗിക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഇരട്ടി മധുരം തന്നെയാണ് അതിനും വേണ്ടത്. പിന്നെ നമ്മൾ ഇതിനകത്ത് എന്താ പറയുക, വെമ്പാട എന്നൊക്കെ പറയില്ല, വെമ്പട്ട എന്നൊക്കെ പറയുന്ന സാധനം അറിയാവോ? അത് പച്ചമരുന്ന് കടയിൽ ചോദിച്ചാൽ മതി കേട്ടോ. അതായത് വെമ്പട്ട എന്ന് പറഞ്ഞാലും മതി, അല്ലെ വെമ്പാട്ട എന്ന് പറഞ്ഞാൽ അത് രണ്ടും കറക്റ്റ് തന്നെയാണ്. ഒരു മരത്തിൻ്റെ തൊലിയാണ്, നല്ല ബ്രൗൺ കളറായിരിക്കും. നമ്മൾ കുട്ടികൾക്കൊക്കെ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ തൊലിയാണിത്. തീരെ ഈ കുഞ്ഞു കുട്ടികളിലെ ജനിച്ചുടനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ആ എണ്ണ ഉപയോഗിക്കാം. നമുക്ക് ഈ വെമ്പട്ടയിട്ട് എണ്ണ കാച്ചി കഴിഞ്ഞാൽ നല്ല റെഡ് കളറിലുള്ള ഒരു എണ്ണ കിട്ടും. ആ എണ്ണ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടിയുണ്ട്, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ഈ വെമ്പട്ടയും ഞാൻ ഈ പറഞ്ഞ ഇരട്ടി മധുരവും കൂടി നമ്മൾ നന്നായിട്ട് പാലിൽ തിളപ്പിക്കണം കേട്ടോ. ഇത് തലേദിവസം തന്നെ ഈ സംഭവം തലേദിവസം സോക്ക് ചെയ്ത് വയ്ക്കണം. രാവിലെ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെക്കാൻ വെള്ളം ഉപയോഗിച്ചാൽ മതി. പക്ഷേ ആ വെള്ളം കൂടി പാലിനകത്ത് ചേർത്ത് നമ്മൾ 1 ഗ്ലാസ് പാലെടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി അതിനകത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ വെമ്പട്ടയും ഇരട്ടി മധുരവും കൂടി അതിനകത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നല്ലതുപോലെ ഒരു പാതി വേവാകുമ്പോൾ, ഒരു പകുതി ആകുമ്പോൾ, അതായത് 2 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് ആയി കഴിയുമ്പോൾ നമ്മളത് വാങ്ങി വെച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഈ വെമ്പട്ടയും ഈ ഇരട്ടി മധുരവും കൂടി തന്നെ പുറത്തെടുക്കുക. അതെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരയ്ക്കാനായിട്ട് നിങ്ങൾ അതിനെ ഉപയോഗിച്ച് ആ പാല് തന്നെ ഉപയോഗിക്കാവുള്ള, വേറെ ഒന്നും ഉപയോഗിക്കരുത്. വേറെ വെള്ളം ആഡ് ചെയ്യാനും പാടില്ല. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രീം പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും.
അതിനുശേഷം നിങ്ങളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു നല്ല വലിയ കണ്ണിയകലമുള്ള അരിപ്പയില്ലേ, ജ്യൂസൊക്കെ അരിക്കുന്ന ടൈപ്പ്, ആ അരിപ്പയ്ക്ക് ഇത് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ തരിയെല്ലാം മാറ്റിയതിന് ശേഷം ഈ പാലിനകത്തേക്ക് വീണ്ടും ഇട്ടിട്ട് നിങ്ങൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം. കുറുക്കി ഒരു ക്രീമായിട്ട് നല്ലതുപോലെ കുറുക്കി വരുമ്പോഴത്തേക്കും തീ എപ്പോഴും കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സൈഡെല്ലാം കത്തിപ്പോവും. അതുപോലെ ഇച്ചിരി കട്ടിയുള്ള പാത്രവും കൂടി വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണേ. നിങ്ങൾ ഇതിങ്ങനെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ അത് വാങ്ങി വയ്ക്കുക. അതിനകത്തേക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച അലോവേറ ജെല്ല് അത് നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു ചില്ല് ബൗളിനകത്താക്കി, ഒരു ചില്ല് കുപ്പിക്കകത്താക്കി നിങ്ങളിത് സൂക്ഷിച്ച് വയ്ക്കുക. നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഒന്നല്ലെങ്കിൽ ചെറിയ തീയിലിട്ട് ഇത് കുറുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യാനേ പറ്റുള്ളൂ. ഡബിൾ ബോയിൽ ചെയ്താലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ചെറിയ തീയിൽ വെച്ച് ഇത് കുറുക്കി എടുക്കുകയാണെങ്കിൽ, നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രവും കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം എടുത്തത് കുറുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഈ 2 ക്രീം, ഇപ്പം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന, കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഒരു ക്രീമും, രണ്ടാമത് ഈ ഡ്രിങ്കും, പിന്നെ ഇപ്പം പറഞ്ഞ ഈ ക്രീം നിങ്ങൾ ഡെയിലാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടണം അതനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതൊരു പാക്ക് പോലെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മുഖമൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ ക്രീം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആകണതിന് മുമ്പ് വെള്ളം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് റിമൂവ് ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം ഇത് ഡ്രൈ ആകണ അനുസരിച്ച് സ്കിന്നും കൂടി ഒന്ന് വലിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അത് അതൊന്ന് ചെറിയൊരു ബോട്ടിൽ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിനെ പതിയെ ഇത് മസാജ് ചെയ്ത് ഇത് ഇളക്കി അങ്ങോട്ട് കളയാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അതിനുശേഷം കഴുകിയതിന് ശേഷം ഉപയോഗിക്കണം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, ഒന്നും അല്ലെങ്കിൽ ഒരു അല്പം അലോവേറ ജെല്ലെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വലിച്ചിലുണ്ടാവും. ഇത് പാലും ഇതുമൊക്കെ ഉള്ളത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ സ്കിന്നൊന്ന് ഡ്രൈ ആയതുപോലെ നമുക്ക് തോന്നുവാൻ, അത് അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം കൂടി നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇന്നലെയാണ് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നത്. അത് കുറേ ആൾക്കാരൊക്കെ എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. കുറേ ആ നമ്പറുകളെല്ലാം ഞാൻ ആഡ് ചെയ്തു. എല്ലാ കാര്യവും ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നലെ എനിക്ക് എന്തോ 8 മണിയായപ്പോഴത്തേക്ക് ഞാൻ അതിന് മുമ്പ് ഒരു 7 മണിക്ക് തന്നെ എല്ലാവർക്കും ലിങ്ക് അയക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തപ്പോൾ തന്നെ 1-2 പേര് നമ്മുടെ ക്ലാസ്സിലുള്ളവർ തന്നെ എന്നോട് ചോദിച്ചു, ടീച്ചറെ ഞായറാഴ്ച തുടങ്ങണേൽ നല്ലത് ബുധനാഴ്ച തുടങ്ങുന്നതല്ലേ ഒരു വിധിക്ക്? കറക്റ്റാണത് പറഞ്ഞത്. ഞാനത് വിട്ടുപോയി. ഞാൻ ഏത് കുട്ടികളെ എൻ്റെ അടുത്ത് ചേരാൻ വരുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഒന്നല്ലെങ്കിൽ ബുധനാഴ്ച വരാൻ നോക്കണം, മാക്സിമം നിങ്ങൾ ബുധനാഴ്ച നോക്കണം, അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിരിക്കണം നിങ്ങൾ വരേണ്ടത് എന്ന് ഞാൻ അങ്ങോട്ട് പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. അപ്പം ഇന്നലെ 2-3 കുട്ടികൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അവർ നേരത്തെ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പം അവർ എൻ്റെ അടുത്ത് ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുള്ളവരാണ്, അവർക്ക് സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാണ്. അവരെന്നോട് ചോദിച്ചു ഒന്നുകൂടി. അപ്പം ഞാൻ ഉടനെ തന്നെ കുറേ പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നേ. ആരും എനിക്ക് റിപ്ലൈ തന്നില്ല. അപ്പം കുറച്ച് പേര് എന്നോട് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അതൊരു നല്ല തീരുമാനമായിരുന്നു, ഞങ്ങൾക്ക് ഇന്നലെ അത്യാവശ്യമായിട്ട് ഞങ്ങളൊരു ടൂർ പോയിരിക്കുകയായിരുന്നു, ഞങ്ങളില്ലായിരുന്നു, അപ്പം ഞങ്ങൾ ആ 8 മണിക്ക് മുമ്പ് വരണമല്ലോ എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് 7 മണിയായപ്പോൾ തന്നെ ഈ ഒരു മെസ്സേജ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അത് ബുധനാഴ്ച തന്നെ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബുധനാഴ്ചയിലേക്ക് മാറ്റമില്ല. ബുധനാഴ്ച തന്നെ നിങ്ങൾ കുറച്ച് പേര് എൻ്റെ നമ്പർ ആഡ് ചെയ്തോ എന്നൊക്കെ ചോദിച്ച് എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ ആരും പേടിക്കേണ്ട. എല്ലാവരുടെ നിങ്ങൾ അയച്ചു തന്ന അത്രയും പേരുടെ നമ്പർ ഞാൻ എല്ലാം കറക്റ്റായിട്ട് ഞാൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ അഡ്രസ്സ് അയക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും അയച്ചിട്ടില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ അഡ്രസ്സൊക്കെ അയച്ചിട്ടുള്ളൂ. അത് കുഴപ്പമില്ല. നിങ്ങൾ അത്രയും ഇത് നിങ്ങൾ ചെയ്യുക. അതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും ഒക്കെ താല്പര്യമുണ്ട്, നിങ്ങളെയൊക്കെ ഞാൻ ഈ നമ്മുടെ ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിലേക്ക് ചേർക്കാം കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൽ മാത്രമാണ് താല്പര്യമെങ്കിൽ അങ്ങനെ അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ അടുത്ത് ഈ ബാക്കിയുള്ളവർ കൂടി നമ്പർ അയക്കുക. നമുക്ക് ബുധനാഴ്ച 8 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പേര് വേറൊരു അഭിപ്രായം പറഞ്ഞ്, ടീച്ചർ 9 മണിക്കായാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്ന വേറെ ഒന്നുമല്ല, കുറച്ച് പേർക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, കട്ടിങ് ബ്ലൗസും ചുരിദാറും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് 9 മണിക്ക് എടുക്കാം. ഓക്കെ, ബൈ.